എത്ര ദൈവവചനം കേട്ടിട്ടും അത് വിശ്വസിക്കുവാൻ തയ്യാറാകാത്തവരെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളവിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, എത്ര വചനം കേട്ടിട്ടും അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഫലം കായ്ക്കുവാൻ തയ്യാറാകാത്തവരെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തോട്ടം വൃഥാവാക്കാതെ ഇരിക്കാൻ തോട്ടക്കാരൻ ഫലം കായ്ക്കാത്ത വൃക്ഷം അപ്പോൾ തന്നെ വെട്ടിക്കളയുകയാണ് പതിവ്. എന്നാൽ ഇവിടെ തോട്ടക്കാരൻ അതിൻ്റെ ഉടമസ്ഥനോട് അപേക്ഷിക്കുന്നു, ഞാൻ ഒരിക്കൽ കൂടി വേണ്ട വിധത്തിൽ വളം ഇട്ടു നോക്കട്ടെ, ഒരു പക്ഷേ ഈ വർഷം ഫലം കായ്ച്ചെങ്കിലോ എന്ന്. ഇതുപോലെയാണ് ഇതുവരെയും വേണ്ടുവണ്ണം ഫലം കായ്ക്കാതെയിരിക്കുന്ന നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് കൃപയോട് പ്രതീക്ഷയോട് വീണ്ടും വീണ്ടും വചനം കേൾക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഒക്കെ അവസരം നമുക്ക് തന്ന് നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് നിരന്തരം പക്ഷവാദം ചെയ്തു പോരുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും ഇപ്പോഴും നിലനിന്നു പോകുന്നതെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ദൈവം തരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ഫലം കായ്ക്കുന്നവരായിത്തീരുക. 2 പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം കേട്ട് വിശ്വസിക്കുക, അനുസരിക്കുക, നിത്യരക്ഷയെ ഉറപ്പാക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.